ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാടൻ സ്റ്റൈൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊരു ചെമ്മീൻ കറിയാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വെയിനൊക്കെ കളഞ്ഞ് അത് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 7 വെളുത്തുള്ളി വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഒരു 4 ചുവന്നുള്ളി. നമ്മൾ ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇഞ്ചിയും ചതച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4 കുടംപുളി, ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ. ഒന്നാം പാലും രണ്ടാം പാലും ഇല്ല, ഇത് ഒരു മുറി തേങ്ങ ഇളം ചൂടുവെള്ളത്തിൽ മിക്സിയിലടിച്ച് അരിച്ചെടുത്ത തേങ്ങാപ്പാലാണ്. ആവശ്യത്തിന് കറിവേപ്പില. നമ്മൾ ഈ നാടൻ കറി വെക്കുന്നത് നമ്മൾ കറിച്ചട്ടിയിലാണ്. നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇത് 3 അതിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റുക. നമുക്കിതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് കീറി വെച്ച പച്ചമുളകും അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് ഉലുവാപ്പൊടി. നമ്മൾ ലാസ്റ്റ് കുറച്ച് വാങ്ങാറാകുമ്പോഴും കുറച്ച് ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 4 കഷ്ണം പുളി ഇട്ട് കൊടുക്കാം. വെള്ളം തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതൊരു 15-20 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രോൺസ്. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് വെന്ത് അതിൻ്റെ മണ്ടയ്ക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും ഇട്ട് കടുക് താളിച്ച് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു.